പത്രോസിന്റെ പിൻഗാമിയായി ആര് തിരഞ്ഞെടുക്കപ്പെടുമെന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന്റെ തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് വത്തിക്കാൻ. വത്തിക്കാനിൽ കൂടിയ കർദിനാൾമാരുടെ യോഗത്തിലാണ് തീയതി പ്രഖ്യാപിച്ചത്. മെയ് മാസം 7-നാണ് വത്തിക്കാനിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നത്. സഭയെ നയിക്കാൻ പുതിയ ഇടയനെ തിരഞ്ഞെടുക്കാൻ 252 അംഗ കർദിനാൾ സംഘം സിസ്റ്റൈൻ ചാപ്പലിലാണ് ഒത്തുകൂടുന്നത്. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 252 കർദിനാൾമാരിൽ 135 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ആഫ്രിക്കയിൽ നിന്ന് 18, ഏഷ്യയിൽ നിന്ന് 23, യൂറോപ്പിൽ നിന്ന് 53, വടക്കേ അമേരിക്കയിൽ നിന്ന് 20, ഓഷ്യാനിയയിൽ നിന്ന് 4, തെക്കേ അമേരിക്കയിൽ നിന്ന് 17 തുടങ്ങി കർദിനാൾമാർക്കായിരിക്കും വരാൻ പോകുന്ന പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇതിൽ 80 വയസ്സിന് മുകളിലുള്ള കർദിനാൾമാർക്ക് വോട്ടവകാശമില്ല. ഇത്തവണത്തെ കോൺക്ലേവിൽ 117 പേർക്കാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടത്. സിസ്റ്റൈൻ ചാപ്പലിൽ അതീവ രഹസ്യമായാണ് കോൺക്ലേവ് നടക്കുന്നത്. കോൺക്ലേവിൽ കർദിനാൾമാർ രഹസ്യ ബാലറ്റിലൂടെയാണ് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ കർദിനാളും വോട്ടിംഗ് വിവരങ്ങൾ പുറത്തു പറയില്ലെന്ന് സത്യം ചെയ്യണം. ഈ സത്യം ലംഘിച്ചാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കും. പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം രഹസ്യ സ്വഭാവം പുലർത്തുന്നതിന്റെ പ്രധാന കാരണം സഭയുടെ ഐക്യം നിലനിർത്തുകയും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നതുമാണ്. സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് പുറപ്പെടുന്ന പുകയുടെ നിറം പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് സൂചിപ്പിക്കുന്നു. കറുത്ത പുക ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം വെളുത്ത പുക പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഓരോ കർദിനാളും തങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ പേര് കടലാസിൽ എഴുതി ഒരു പാത്രത്തിലിടുന്നു. ഓരോ വോട്ടും ഉറക്കെ വായിച്ച് എണ്ണുന്നു. ഒരു സ്ഥാനാർത്ഥി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാൻ 2/3 ഭൂരിപക്ഷം നേടണം. ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ബാലറ്റുകൾ രാസവസ്തുക്കൾ ചേർത്ത് കത്തിക്കുന്നു. അപ്പോൾ കറുത്ത പുക വരും. ഇത് തെരഞ്ഞെടുപ്പ് വിജയിച്ചില്ല എന്നതിന്റെ സൂചനയാണ്. എല്ലാ ദിവസവും രാവിലെയും ഉച്ച കഴിഞ്ഞും 2 റൗണ്ട് വീതം വോട്ടെടുപ്പ് നടക്കും. എന്നിട്ടും ആരെയും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷം മതിയെന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് സാധാരണയായി കുറഞ്ഞത് 1 ദിവസമെങ്കിലും എടുക്കും. ചിലപ്പോൾ ഇത് കൂടുതൽ ദിവസങ്ങൾ നീണ്ടുപോകാറുണ്ട്.